പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് അതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. സ്ട്രെയിറ്റ് പാൻറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 4 പീസ് നമുക്കിങ്ങനെ കിട്ടും. കണ്ടോ? അപ്പോൾ ഇതിൽ ഈ ഒരു 2 പീസ് ഞാൻ മാറ്റാണ്. ഇനി ഈ 2 പീസ് ഉണ്ട്, ഇതിൻ്റെ നല്ല വശങ്ങൾ ചേർന്ന് വരത്തക്ക വിധത്തിൽ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ നല്ല വശവും കൂടി ഒരുമിച്ച് വരുന്ന രീതിയിൽ നമുക്കിത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ക്രോച്ച് ഏരിയ ഉണ്ടല്ലോ, അത് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് തിരിച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റിച്ചും ഡബിൾ സ്റ്റിച്ച് ആയിരിക്കണം. മെയിനായിട്ടും പാൻറ്റിൻ്റെ കാര്യത്തിൽ എല്ലാം ഡബിൾ സ്റ്റിച്ച് വേണം കൊടുക്കേണ്ടത്. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ പീസ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ ഒരുപോലെ ചേർത്ത് വെച്ച് നമുക്ക് ഈ സൈഡ് ഇങ്ങനെ നല്ല രീതിയിൽ പിടിച്ചിട്ട് ഇതൊന്ന് ഒരു 1/2 ഇഞ്ച് അളവിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തയ്യൽ തുമ്പ് ഞാൻ 1/2 ഇഞ്ച് നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്തിരുന്നില്ലേ. പാൻറ്റ് വെട്ടുന്ന ഒരു സമയത്ത് നമ്മൾ സൈഡിൽ ഒരു 1/2 ഇഞ്ച് കൊടുത്തിരുന്നില്ലേ, ആ ഒരു 1/2 ഇഞ്ചിൽ കൂടിയാണ് ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഞാനൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഈ താഴെ വരെ തയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു 3 ഇഞ്ച് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് താഴത്ത് അടയാളപ്പെടുത്തിയിരുന്നില്ലേ, ഒരു 3 ഇഞ്ച്, അതായത് ഫുൾ ലെങ്ത് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയില്ല. അത് ഞാൻ ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് അതിന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. 2.5 ഇഞ്ച് അതുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് നീട്ടി തന്നെ വരയ്ക്കാം. ഇനി ഈ 2.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി ആ ഒരു ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടി ഒന്ന് കൊടുക്കണം. ഇത്രയും ഭാഗത്തേക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം, അതായത് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ താഴത്ത് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. ആ 1/2 ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഈ കാണുന്ന പോലെയല്ല, നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതുകൂടി ഒന്ന് തിരിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അത് ഓക്കെ. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ നിവർത്തി വയ്ക്കാം. നിവർത്തി എടുത്തിട്ട് ഈ ഒരു തയ്ച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഒരു തയ്യൽ തുമ്പ് ഇതുപോലെ നിവർത്തി വയ്ക്കുക. നിവർത്തി വയ്ക്കുമ്പോൾ ഇങ്ങനൊരു മടക്ക് പോലെ കിട്ടും. അത് അങ്ങനെ വെച്ച് ഈ 3 ഇഞ്ച് ഉണ്ടല്ലോ, 3 ഇഞ്ച് മുകളിലേക്ക് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു എൻഡിൽ ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യാം. കണ്ടോ?
എന്നിട്ടൊരു പിന്ന് കൊണ്ട് ഇത് സെക്യൂർ ചെയ്യണം. അപ്പോൾ അതങ്ങനെ ഇരുന്നോളും. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടുത്തെ ആ ഒരു ഭാഗത്ത് വേറുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. ഇനി ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ആ പിന്നൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ബാക്കി ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഈ പാൻറ്റിൻ്റെ ആ ഒരു സ്ലിറ്റ് ഉണ്ടല്ലോ അത് ചെയ്തെടുക്കാൻ പറ്റും ഈ രീതിയിലാണെങ്കിൽ. ഇതിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ നല്ല വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടി ഒന്ന് തയ്ച്ചെടുക്കാം. ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ നമ്മൾ ഈ സ്ലിറ്റൊക്കെ തയ്ക്കത്തില്ലേ, ആ ഒരു സെയിം പരിപാടി തന്നെ. എന്നിട്ട് ആ ഒരു നടുക്ക് വെച്ചിട്ടൊന്ന് സൂചി കുത്തി നിർത്തി കറക്കി പിന്നെ ഇപ്പുറത്തോട്ടൊന്ന് തയ്ച്ച് ലോക്ക് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല നല്ല നീറ്റുമാണ് സംഭവം കേട്ടോ. ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഓരോ ഭാഗത്തത് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ അടുത്ത ആ ഒരു മറ്റേ ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തുണി രണ്ടും ഒരുമിച്ച് പിടിക്കണം. ഈ നടുക്കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രോച്ച് ഏരിയയുടെ ആ ഒരു ഭാഗത്ത് 2 പീസ് ഒരുമിച്ച് പിടിച്ചിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അവിടെ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറിയും തിരിഞ്ഞൊന്നും ഇരിക്കരുത്, ഇവിടെ ഒരുപോലെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇത് നമുക്ക് എത്രത്തോളം ലൂസ് വേണമെന്നുള്ളതൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്താണ് ലൂസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ. നമുക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ ഇങ്ങനെ ലൂസിട്ട് ചെയ്യാം. ഞാനിതിപ്പോൾ 1 ഇഞ്ച് അളവിലാണ് ഇതിപ്പോൾ തയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇപ്പോൾ അല്പം വണ്ണം കുറവുള്ളവരാണെങ്കിൽ 1.5 ഇഞ്ചിലോ അതല്ല വണ്ണം കൂടിയവരാണെങ്കിൽ 1/2 ഇഞ്ചിലോ ഒക്കെ നമുക്കിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് ആ ഭാഗത്തുകൂടി അടുത്ത പീസിൻ്റെ അടുത്തുകൂടി കൊണ്ടുപോകണം ഇങ്ങനെ. ഇതിപ്പോൾ ഞാൻ ഫുൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിപ്പില്ല. എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം ആദ്യം. എന്നിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യണം. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കടത്തിയിടാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ നമ്മൾ ഒരു ഓപ്പണിങ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കണ്ടോ, ഇതാ ഇവിടെ നിന്ന് ലോക്ക് ചെയ്തുകൊണ്ട് വേണം ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ഇതുപോലെ റൗണ്ടിനങ്ങ് ചെയ്തെടുക്കുക. ഞാനിതിപ്പോൾ ഇത് റൗണ്ടിന് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ ഒരു ഓപ്പണിങ് കൊടുത്തിട്ട് ബാക്കി എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതിപ്പോൾ ഇലാസ്റ്റിക് ഇതാ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഈ ഇലാസ്റ്റിക് ഇടുമ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് നോക്കണം. വേസ്റ്റ് റൗണ്ട് 33 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും 6 ഇഞ്ച് ഞാൻ കുറച്ചിട്ടുണ്ട്. 6 ഇഞ്ച് കുറച്ച് 28 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 28 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പിന്ന് അതിനകത്തിട്ടിട്ട് ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ അങ്ങ് മാറ്റിയിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കുക. ഒരു ഇഞ്ചോളം അങ്ങനെ വെക്കണം കേട്ടോ. എന്നിട്ട് 2 തയ്യൽ, 2-3 തയ്യൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇത് പോവരുത്, വിട്ടു പോവാത്ത രീതിയിൽ തയ്യൽ ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ അതങ്ങ് ഉള്ളിലേക്ക് പൊയ്ക്കോളും. ഇനി ഈ ഒരു ഓപ്പണിങ് അതൊന്ന് ക്ലോസ് ചെയ്യാം. ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അവിടത്തേക്ക്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇനി ഈ ഇലാസ്റ്റിക് ഒന്നുകൂടി ഒന്ന് തയ്ച്ചു കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇലാസ്റ്റിക്കിന് അങ്ങനൊരു പ്രശ്നമുണ്ട്, ഇതിങ്ങനെ തിരിഞ്ഞ് കറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇടുമ്പോഴൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതങ്ങ് നന്നായിട്ടൊന്ന് വലിച്ചു പിടിക്കണം. നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ ഇങ്ങനെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങത്തില്ലേ, റെഡിമെയ്ഡ് വാങ്ങത്തില്ലേ, അതുപോലിരിക്കും. അതാകുമ്പോഴത്തേക്കും ഇലാസ്റ്റിക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിപ്പോവത്തില്ല. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ അത് വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഈ പാൻറ്റ് തയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. പ്രത്യേകിച്ചും സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ്. അതുപോലെ എൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും വലിയ പാടൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. ബൈ.